ഹലോ വ്യൂവേഴ്സ്, ഇന്ന് തയ്യൽ മെഷീൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെ ഇതുപോലത്തെ ടേബിൾ ടോപ്പ് മെഷീൻ യൂസ് ചെയ്യാം, അതിലെ ഫങ്ഷനിങ് എങ്ങനെയാണ് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ വിട്ടുപോലെ. ഇനി നേരെ വീഡിയോയിലേക്ക്. 8280 എൻ്റെ ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത് ആക്സിലേറ്റർ ചവിട്ടുന്നത്. ഇതിലാണ് നമ്മൾ മെഷീൻ കൺട്രോൾ ചെയ്യുന്നത്, സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. അതുകൂടാണ്ട് വാറൻറ്റി കാർഡുണ്ട്. 2 years വാറൻറ്റിയാണ് ഈ മെഷീന് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇൻസ്ട്രക്ഷൻ മാനുവൽ അവൈലബിൾ ആണ്. പിന്നീട് നമുക്ക് ഇത്രയും അക്സസറീസാണ് ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് മൂടി വയ്ക്കാനുള്ള ഒരു ക്ലോത്ത് കവർ. ഇത്രയും അക്സസറീസാണ് നമുക്ക് കൂടെ കിട്ടുന്നത്. ആക്സിലേറ്റർ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നോക്കാം. നമുക്കിവിടെ സൈഡിലൊരു പോയിൻ്റ് ഉണ്ട്, ആ പോയിൻ്റ് കണക്ട് ചെയ്യുക. രണ്ടായിട്ടാണ് വയറിങ് പോയിരിക്കുന്നത്. ഒന്ന് മുകളിൽ നമുക്ക് പ്ലഗ് പോയിൻ്റ്, നോർമൽ പ്ലഗ് പോയിൻ്റാണ്. ഒന്ന് താഴെ നമുക്ക് ചവിട്ടുന്ന പെടൽ, നല്ല നീളത്തിന് കിട്ടുന്നുണ്ട്. പിന്നീട് സൈഡിലൊരു സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴാണ് മെഷീനും ലൈറ്റോട് കൂടിയാണ് മെഷീൻ ഓൺ ആവുന്നത്. സൈഡിൽ ആ സ്ലൈഡിങ് നമ്മൾ മാറ്റുമ്പോൾ നമുക്ക് ബോബിൻ കേസിൻ്റെ ഒരു പോർഷൻ കിട്ടും. നമ്മൾ നോർമൽ ടൈപ്പ് ബോബിൻ കേസിൻ്റെ ലുക്കാണ്, പക്ഷെ സെയിം അല്ല, ചെറിയ വ്യത്യാസമുണ്ട്. പിന്നീട് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബോബിൻ പ്ലാസ്റ്റിക് ടൈപ്പാണ്. നമ്മൾ പ്ലാസ്റ്റിക്കാണ് യൂസ് ചെയ്യാൻ കമ്പനി പറഞ്ഞിട്ടുള്ളത്. കാര്യം തുരുമ്പ്, അതുകൂടാണ്ട് സൗണ്ടൊക്കെ നമ്മൾ സ്റ്റീൽ യൂസ് ചെയ്യുമ്പോൾ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് അടിനൂല് ബോബിനിൽ എങ്ങനെ വൈൻഡ് ചെയ്യാം, ത്രെഡ് വൈൻഡ് ചെയ്യാം, അതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ത്രെഡ് ഇടുന്ന ഒരു പോർഷൻ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇനി ഈ ത്രെഡ് ചാടിപ്പോവാതെ ഇരിക്കാനായിട്ട് ഒരു സ്റ്റോപ്പർ എന്ന് പറയുന്ന 2 ഐറ്റം ഉണ്ട്. ഒരു ചെറിയ സ്റ്റോപ്പറും ഒരു വലിയ സ്റ്റോപ്പറും. ഇപ്പോൾ നമ്മൾ ചെറുത് വെച്ചാണ് ഈ ത്രെഡ് ലോക്ക് ചെയ്യുന്നത്. ഇതാണ് 2 സ്റ്റോപ്പേഴ്സ്, ഒന്ന് വലുതും ഒന്ന് ചെറുതും. ഇപ്പോൾ നൂല് വൈൻഡ് ചെയ്യാൻ, നമ്മൾ ത്രെഡ് വൈൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതുപോലെ ചുറ്റുക ഈ ഒരു കമ്പിയിൽ. ഒരു മോട്ടറൈസ്ഡ് മെഷീൻ ആയതുകൊണ്ട് സ്പീഡ് കൂടുമ്പോൾ ചാടി പോകാണ്ടിരിക്കാൻ, ത്രെഡ് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ഒന്ന് ചുറ്റുന്നത്. പിന്നീട് ബോബിൻ്റെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ഒരു 3-4 ചുറ്റി വയ്ക്കുക. ഇത് ഈസി വേ ആണ്, ബിഗിനേഴ്സിന് കുറച്ച് എളുപ്പമാണ്. അതിനുശേഷം റൈറ്റിലോട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മളെ സൂചി അനങ്ങത്തില്ല, ബോബിൻ മാത്രം വൈൻഡ് ചെയ്യത്തുള്ളൂ. ഇതുപോലെ ചവിട്ടുന്ന, നമ്മൾ പെഡൽ വെച്ച് ആക്സിലേറ്റർ ചവിട്ടുന്ന ടൈമിലാണ് ഇത് വൈൻഡ് ആവുന്നത്. എത്രയാണോ നമുക്ക് വേണ്ടത് അത്ര വൈൻഡ് ചെയ്ത് എടുക്കുക. തിരികെ അതുപോലെ ലോക്ക് മാറ്റിയിട്ട് നമുക്ക് ത്രെഡ് എടുക്കുക. അതുപോലെ സൈഡിൽ ത്രെഡ് കട്ട് ചെയ്യാനുള്ള ത്രെഡ് കട്ടർ അവൈലബിൾ ആണ്. കത്രികയ്ക്ക് വേണ്ടി ഓടേണ്ട ആവശ്യമില്ല ത്രെഡ് കട്ട് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ നോർമൽ മെഷീനിൽ ഇടുന്നത് പോലെ തന്നെ ബോബിൻ കേസ് ഇടുന്നത് വെട്ടിക്കൂടെ സൈഡിൽ കൂടെ ചേർത്തിടും. ഇത് വൈഡായിട്ടുള്ള ഹോളാണ്. ഇതാണ് നമ്മൾ നോർമൽ മെഷീൻ്റെ ബോബിൻ കേസും ഇതിൻ്റെ ബോബിൻ കേസും തമ്മിലുള്ള ഡിഫറൻസ്. വൈഡായിട്ടുള്ള കാര്യം നമുക്ക് ഡിസൈനുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന മെഷീൻ ആയതുകൊണ്ടാണ് വൈഡായിട്ടുള്ള ഹോൾ വന്നിരിക്കുന്നത്. ഇനി നൂല് കുരുങ്ങി എന്ത് ചെയ്യുക, അതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ബോബിൻ കേസ് മാറ്റുക. ഇതുപോലത്തെ ബ്ലാക്ക് ക്ലിപ്പ് ഉണ്ട്, അത് മാറ്റുക. നടുക്കുന്നത് ഇപ്പോൾ സ്മൂത്തായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തെങ്കിലും ടൈറ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ അതൊന്ന് ഷേക്ക് ചെയ്ത് കൊടുത്ത് ഇളക്കിയെടുക്കുക. ഇതുപോലെ 2 പാർട്ടുണ്ട്. പിന്നീട് നമ്മൾ എപ്പോഴും വീല് ഫ്രണ്ടിലോട്ട് നമ്മളെ നോക്കി കറക്കുക, ക്ലോക്ക് വൈസ് ആയിട്ട്. അപ്പോൾ കറങ്ങുന്നതാണോ യു ഷേപ്പിലാണ് കറങ്ങുന്നത്. ഇനി നമുക്കിത് തിരികെ റീസെറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന സി ആകൃതി, ആൽഫബറ്റ് സി ഷേപ്പിൽ വയ്ക്കുക. അതിന് ഓപ്പോസിറ്റായിട്ട് നമ്മളെ കയ്യിൽ ഇളവി വന്ന റിങ് വെച്ച് കൊടുക്കുക. എൻ്റെ ആ പോയിൻ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ നോക്കി വരുന്ന രീതിക്ക് പല്ല് പോലെ, ആ റിങ് ഇനി അടുത്ത് വയ്ക്കുന്ന റിങ്ങാണ്, ആ റിങ്ങിൻ്റെ പല്ല് പോലെ ഇരിക്കുന്ന ഉള്ളിലോട്ട് പോകുന്ന രീതിക്ക് അതും വെച്ചിട്ട് ക്ലിപ്പ് ലോക്ക് ചെയ്യാം. ഇനി നമ്മൾ നൂലിടാനാണ് പോകുന്നത്. നൂലിൽ ഇടാൻ ആരോസ് കൊടുത്തിട്ടുണ്ട്, 1 2 3 എന്ന് പറഞ്ഞ്. ഇനി വീല് കറക്കുക. സൈഡിലൊരു കമ്പി പൊങ്ങി വരും. ത്രെഡ് എന്നിട്ട് വേണം മുകളിൽ കൊണ്ടുവരാനായിട്ട്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട്, ആ 4 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഇടുക. അത് കഴിഞ്ഞ് ഈ ഒരു വെട്ടിൽ ത്രെഡ് വൈഡ് ചെയ്ത് ഇടുക. ഈ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക.
ഇത് ഓട്ടോമാറ്റിക് ത്രെഡർ ഉള്ളതാണ്. ഇതുപോലെ ഓട്ടോമാറ്റിക് ത്രെഡർ നമ്മൾ സൂചിയിലോട്ട് പോയിൻ്റ് ചെയ്യുക, ത്രെഡ് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഇതിൽ കാണിക്കുന്ന പോലെ ത്രെഡ് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുക. ബാക്കിലോട്ട് ത്രെഡ് വലിച്ച് വയ്ക്കുക. നമ്മളെ കയ്യിരിക്കുന്ന ലിവർ പതുക്കെ റിലീസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ത്രെഡും റിലീസ് ചെയ്ത് കൊടുക്കുക. ബാക്കിലോട്ടാണ് ത്രെഡ് കയറുന്നത്. നമ്മൾ ഈ മെഷീനിൽ സൂചി ഇടുന്നത് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ടാണ് കേട്ടോ. നമ്മൾ നോർമൽ മെഷീൻ്റെ അതേ നീഡിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സാധാ മെഷീനിലെ പോലെ തന്നെ അടിനൂലെടുക്കുന്നത്. കയ്യിൽ ത്രെഡ് പിടിക്കുക, സൈഡിൽ വീല് കറക്കുക, അടിയിൽ സൂചി ഒരു പോയിൻ്റ് താഴോട്ട് പോയി മുകളിലോട്ട് വരുമ്പോൾ നമ്മൾ ത്രെഡ് എടുത്തുകൊണ്ട് വരും. ഈ 2 ത്രെഡും കൂടെ ചേർത്ത് വെച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ പ്രസ് ചെയ്യുന്ന നോബാണ് റിവേഴ്സ് നോബ് എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റിച്ച് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ലോക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നോബാണ് റിവേഴ്സ് നോബ്. ഇത് ജസ്റ്റ് നമുക്ക് ഒറ്റ തവണ മാത്രം പ്രസ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യുക. അതിൻ്റെ ഡിഫറൻസ് കുറച്ച് നല്ലോണം കാണിച്ചു തരാം. ഫോർവേഡും ബാക്ക്വേർഡും ആക്കി കാണിച്ചു തരുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും നിങ്ങൾക്ക്. ഇതിപ്പോൾ ഫോർവേഡാണ് വരുന്നത്. ഈ ലിവറിനെ നമ്മൾ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിലോട്ട് പോകും, കൈ എടുക്കുമ്പോൾ ഫ്രണ്ടിലോട്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് രീതി. ഇനി നമ്മളൊരു ഡിസൈൻ സെലക്ട് ചെയ്യുകയാണ്. ഇതാണ് ലെന്ത് നോബ്. ഇപ്പോൾ അടുപ്പിച്ച് വെച്ചിരിക്കുക, ഒന്നിലാണ് ഇട്ടുന്നത്. അപ്പോൾ ആ ഒന്നിലിടുമ്പോൾ ആ ഡിസൈൻ വരുന്ന രീതി. ലെന്ത് നോബ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസൈനിൻ്റെ അകലം, ഒരു സ്റ്റിച്ചും മറു സ്റ്റിച്ചും തമ്മിലുള്ള ഡിഫറൻസ് കാണിയകലം എന്ന് പറയും. ഇപ്പോൾ ഒന്നിൽ വെച്ചപ്പോൾ ഡിസൈൻ വന്ന രീതി നോക്കാം. ഇനി നമുക്ക് കുറച്ചൊന്ന് അകറ്റി വയ്ക്കാം. ഞാൻ ഇപ്പോൾ 2.5 വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സെയിം ഡിസൈൻ വരുന്നത് നോക്കുക. കുറച്ച് അകന്നാ വന്നിരിക്കുന്നത്. സെയിം ഡിസൈൻ ഇനി ആ ഒരു 6 എന്ന് പറയുന്ന ഡിസൈന് ഞാൻ വീതി കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിസൈനിൽ തന്നെ ചെറുതിൽ നിന്ന് വലുതിലോട്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. വീതി കുറച്ച് വെച്ചു, ലെന്ത് 1 ഇട്ടു. ആ ലേശം അടുപ്പിച്ചും ചെറിയ സ്റ്റിച്ചുമായിട്ട് നമുക്ക് 6 കിട്ടും. ഇനി നമ്മൾ അടുത്ത ഒരു ഡിസൈൻ സെലക്ട് ചെയ്യുമ്പോൾ സൂചി താന്നിരിക്കുകയാണെങ്കിൽ വീല് കറക്കി, നമ്മൾ സൈഡ് വീല് കറക്കി പൊക്കി വെച്ചതിന് ശേഷം മാത്രമേ ഡിസൈൻ സെലക്ട് ചെയ്യാവൂ. ഇപ്പോൾ അടുത്തൊരു ഡിസൈനാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസൈൻ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. കർച്ചീഫുകളിലും അതുപോലെ അണ്ടർ സ്കർട്ടിലും കാണാൻ സാധിക്കുന്ന ഒരു ഡിസൈനാണ്. സ്കാലപ്പ് എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ലെന്ത് അടുപ്പിച്ച് വെച്ചാൽ മാത്രമേ ഇതുപോലെ നല്ല അടുക്കിന് ആ ഡിസൈൻ കിട്ടത്തുള്ളൂ. സെയിം ഡിസൈൻ നിങ്ങൾ ലെന്ത് കൂട്ടി നോക്കി അകന്ന് വരും. പിന്നീട് ഇതിൽ നമുക്ക് ഡാണിങ് സ്റ്റിച്ചിൻ്റെ ഒരു ഫംഗ്ഷനാണ് പറയാൻ പോകുന്നത്. ഡാണിങ് സ്റ്റിച്ച് കീറൽ വന്നാൽ നമുക്ക് പരത്തി അടിച്ചെടുക്കാം. നമ്മൾ നോർമൽ മെഷീനിലാണെങ്കിൽ സിംഗിൾ സ്റ്റിച്ചേ ഉള്ളൂ. നമ്മൾ ആ പോർഷൻ മടക്കി വെച്ചിട്ട് അടിക്കുമ്പോൾ ഒരു മടക്ക് വീഴും. ഇതങ്ങനെയല്ല, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമുക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. പ്രസർവ് ഫുട്ടിൻ്റെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, പ്രസർവ് ഫുട്ടിൻ്റെ നടുക്കായിരിക്കണം നമ്മുടെ ആ ഒരു കീറൽ വരേണ്ടത്. ഡിസൈൻ നിങ്ങൾ നോക്കിക്കോളുക. ഡിസൈൻ ഈ ഒരു ഡിസൈനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഡാണിങ് സ്റ്റിച്ചിന് കീറൽ കാണാതിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ലെന്ത് അടുപ്പിച്ച് വയ്ക്കുക റെഡ് പോയിൻ്റിൽ. ഇനി ഏത് കളർ തുണിയാണോ അതേ കളർ ത്രെഡ് ഇടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കീറല് അറിയാനേ പറ്റത്തില്ല. ആ രീതിക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. നൈസ് മെറ്റീരിയലിലാണ് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ അടിയിൽ പേപ്പർ സപ്പോർട്ട് ചെയ്യുക. ചീത്ത വശത്ത് പേപ്പർ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇത് ഡാണിങ്ങിന് മാത്രമല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിസൈന് ഒരു തുണിയിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും തുണീൻ്റെ ചീത്ത വശത്ത് പേപ്പർ അറ്റാച്ച് ചെയ്യാം. ഇനി അടുത്ത് പ്രസർവ് ഫുട്ട് എങ്ങനെ മാറ്റാം. ഇതുപോലെ നമുക്ക് ഒരു അഡീഷൻ 4 പ്രസർവ് ഫുട്ടും കൂടെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിലത്തെ ലിവറ് പുഷ് ചെയ്യുന്ന ടൈമിൽ നമ്മളെ ഏത് പ്രസർവ് ഫുട്ടാണോ അത് ഇളവി വീഴും. എല്ലാത്തിലും ഓരോ കമ്പി പോലത്തെ സംഗതി പോയിട്ടുണ്ട്. നമ്മൾ ബാക്കിലത്തെ ലിവറ് താത്ത് കൊടുക്കുമ്പോൾ ഇത് അറ്റാച്ച് ചെയ്തെടുക്കും.
ഇനി ഒരു നോട്ടാണ്, വേറൊന്നുമല്ല, മിഷൻ്റെ നോബുകൾ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു, അതിൻ്റെയാണ്. ഇത് ടെൻഷൻ നോബ്, നൂലിൻ്റെ ലൂസും ടൈറ്റും അഡ്ജസ്റ്റ് ചെയ്യുന്ന നോബാണ്. മെറ്റീരിയലിൻ്റെ രീതി അനുസരിച്ച് ഇതിൻ്റെ ചേഞ്ചസ് നമ്മളായിട്ട് വരുത്തേണ്ടി വരും. സ്റ്റിച്ച് ലൂസാവുന്ന ടൈമിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്യുക പറയുന്നത് 0 നിന്ന് 1 2 അങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നോർമൽ പോയിൻ്റ് 2. തുണി ചുരുങ്ങുകയാണ് എങ്കിൽ കുറച്ച് കൊടുക്കുക. എത്രയിലാണോ കിടക്കുന്നത് അതിൽ നിന്ന് കുറച്ച് കൊടുക്കുക. അടുത്തത് സ്റ്റിച്ച് ലെന്ത് നോബാണ്. ഓരോ കാണി അകലം എന്ന് വെച്ചാൽ ഒരു സ്റ്റിച്ചിനും വേറെ സ്റ്റിച്ചും തമ്മിലുള്ള ഗ്യാപ്പാണ് ലെന്ത് നോബ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഡിസൈൻ സെലക്ടർ. നമുക്ക് ഏത് പൊസിഷനിൽ വേണോ മൂവ് ചെയ്യാം. അതിൽ കൊടുത്തിരിക്കുന്ന പോയിന്റിന് നേർക്ക് വെക്കണമെന്നേ ഉള്ളൂ. സെലക്ട് ആവുന്നത് നമുക്ക് തന്നെ അറിയാൻ സാധിക്കുന്നതാണ്. അടുത്തത് റിവേഴ്സ് നോബ്. റിവേഴ്സ് നോബ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റിച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ലോക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നോബാണ് റിവേഴ്സ് നോബ്. ഈ വീഡിയോയിലൂടെ ഞാൻ ബേസിക്കായിട്ടുള്ള മിഷൻ്റെ, നമ്മുടെ ടേബിൾ ടോപ്പ് മിഷൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ഫുട്ടുകളൊക്കെ എങ്ങനെ ചേഞ്ച് ചെയ്ത് ഓരോ ഫുട്ടുകൾ എന്തിനാണ്, അതെങ്ങനെ യൂസ് ചെയ്യാം എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാവരും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ. താങ്ക് യു.